ഭാരതം സാങ്കേതിക വിദ്യാരംഗത്ത് അതിവേഗം പുരോഗമിക്കുകയാണെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി. ഓപ്പറേഷൻ സിന്ദൂറിൽ ഭാരതത്തിന്റെ പ്രതിരോധ നിർമ്മാണ രംഗത്തിന്റെ കഴിവ് ലോകം തിരിച്ചറിഞ്ഞുവെന്നും അദ്ദേഹം വ്യക്തമാക്കി. മെൽബൺ മീറ്റ്സ് മോദി പരിപാടിയിൽ സംസാരിക്കുകയായിരുന്നു പ്രധാനമന്ത്രി. സാങ്കേതികവിദ്യാ മേഖലയിൽ വൻതോതിൽ ഭാരതം മുന്നേറുകയാണ്. ഭാരതത്തിന്റെ മൊബൈൽ ഫോണുകൾ ലോകമാകമാനമുള്ള വിപണിയിൽ സാന്നിധ്യം അറിയിച്ചു കഴിഞ്ഞു. ഓപ്പറേഷൻ സിന്ദൂർ ഭാരതത്തിന്റെ പ്രതിരോധ രംഗത്തെ സാങ്കേതിക വൈദഗ്ധ്യം ലോകത്തെ ബോധ്യപ്പെടുത്തിയെന്നും പ്രധാനമന്ത്രി പറഞ്ഞു. ഭാരത് ഡിഫൻസ് പ്ലാറ്റ്ഫോം की कैपेबिलिटी और क्रेडिबिलिटी दुनिया देख रही है. आपने ऑपरेशन सिंदूर के दौरान डेमो तो देख ही लिया होगा. മെൽബൺ മീറ്റ്സ് മോദി പരിപാടിയിൽ സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. ഓസ്ട്രേലിയൻ പ്രധാനമന്ത്രി ആന്റണി ആൽബനീസും പരിപാടിയിൽ പങ്കെടുത്തു. വിദ്യാഭ്യാസ രംഗത്ത് മികച്ച സഹകരണമാണ് ഓസ്ട്രേലിയ ഭാരതത്തിന് നൽകുന്നത്. പ്രശസ്തമായ ഓസ്ട്രേലിയൻ സർവകലാശാലകൾ ഭാരതത്തിൽ ഓഫ് ക്യാമ്പസ് സെന്ററുകൾ ആരംഭിച്ചു കഴിഞ്ഞെന്നും കൂടുതൽ കേന്ദ്രങ്ങൾ തുറക്കാനുള്ള നീക്കങ്ങൾ പുരോഗമിക്കുന്നതായും പ്രധാനമന്ത്രി പറഞ്ഞു. ഓസ്ട്രേലിയ ഹജാറോ ഭാരതീയ സ്റ്റുഡന്റ് പഠ रहे हैं और अब ऑस्ट्रेलियन यूनिवर्सिटी भारत में भी अपने कैंपस खोल रही है. डिकीन और वुलांगोंग यूनिवर्सिटी के कैंपस शुरू हो चुके हैं और भी ऑस्ट्रेलियन यूनिवर्सिटी इस तरफ आगे बढ़ रही है. और ये केवल नए कैंपस खोलने तक की बात नहीं है, ये दुनिया को स्किल इनोवेटिव टैलेंट देने का, ग्लोबल लीडरशिप तैयार करने का भी अभियान है. മാനവിക സഹായങ്ങൾ നൽകുമ്പോൾ പാസ്പോർട്ടിന്റെ നിറം ഭാരതം നോക്കാറില്ല. അക്കാരണത്താലാണ് ലോകം ഭാരതത്തെ വിശ്വസ്ത പങ്കാളിയായി കാണുന്നതെന്നും പ്രധാനമന്ത്രി പറഞ്ഞു. जरूरतमंदों तक दवाई पहुंचाई, 100 से अधिक देशों को वैक्सीन भेजी. युद्ध क्षेत्रों में भी भारत ने संकट में फंसे व्यक्तियों को बाहर निकालने के लिए भरसक प्रयास किए. साथियों, भारत जब मदद करता है, पासपोर्ट नहीं देखता. അത്യാവേശത്തോടെയാണ് പ്രധാനമന്ത്രി നരേന്ദ്രമോദിയെ മെൽബണിലെ ഇന്ത്യൻ സമൂഹം വരവേറ്റത്. ഇന്റർനാഷണൽ ഡെസ്ക്, ജനം.